OPT ട്രെയിനിങ് ഔട്ട്ലീപ് 2.0 എനിക്കൊരു കോളിംഗ് പോലെയാണ് തോന്നിയത്. കൈൻഡ് ഓഫ് ഞാൻ പറഞ്ഞു ഒരുപാട് വർഷം ട്രെയിനിങ്ങിലായി കഴിഞ്ഞപ്പോൾ വീണ്ടും റീചാർജ് ചെയ്യണം, എനർജൈസ് ചെയ്യണം. ദിസ് ഇസ് സംതിങ് വിച്ച് വി ഓൾ ഫീൽ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് എനിക്ക് റീകണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫ്രം ദീസ് ടു ദാറ്റ് ഐ എം ലേണിംഗ് ഫ്രം ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. അപ്പോൾ നിങ്ങളിൽ പലവരും പല സമയത്തും കാണിക്കുന്ന ഒരു വിജിലൻസ് കാണാം, അല്ലെങ്കിൽ ഒരു എംപതി കാണാം, ഇമോഷണൽ ഇൻ്റലിജൻസ് കാണാം, അതേപോലെ നിങ്ങളുടെ ഫെസിലിറ്റേഷൻ കാണാം, നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ രീതി എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വി ആർ ടേക്കിംഗ് ഇൻ. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ബിഗിനറിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകും, വേറെ തന്നെ ഒരു മേഖലയിൽ നിന്ന് വരുന്ന ആളുടെ അടുത്ത് പഠിച്ചിട്ടുണ്ടാകും. സോ ഐ വാസ് ലൈക്ക് കീൻ ഇൻ വാച്ചിങ് ഈച്ച് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഓരോ ആക്ടിവിറ്റിയും നിങ്ങളത് എങ്ങനെ എടുക്കുന്നു എന്നും കൂടി ഞാൻ നോക്കുന്നുണ്ട്. സോ ദാറ്റ് ഇഫ് ഒരു പാർട്ടിസിപ്പൻറ്റ് വരികയാണെങ്കിൽ ആ വ്യക്തി അത് എങ്ങനെ കാണും എന്നുള്ളത്. സോ ഇറ്റ് വാസ് ആക്ച്വലി എ ഗ്രേറ്റ് തിങ്. ഫെസിലിറ്റേഷൻ പ്ലസ് ദ ടീം, ഇറ്റ് വാസ് ഗ്രേറ്റ്. ആ ഫെസിലിറ്റേഷനും അടിപൊളിയായിരുന്നു. ഈവൻ ലൈക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് വാസ് ഗുഡ്. നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഒരു ബോണ്ടിങ് വാസ് റിയലി നൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഐ ഫീൽ റിയലി എനർജൈസ്ഡ്, റീചാർജ് ആൻഡ് ഗോയിങ് ബാക്ക് ഇൻ ടു ദ ഫീൽഡ്.